ജെയിംസ് വന്നിട്ടുണ്ട്. ഉണ്ട് ഗസാ പറയുന്നത്. ഗസ പിന്നെ ആൾക്കാരെ ഇസ്രായേൽ കൊല്ലുക. അപ്പൊ അത് പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് മേനോൻ സാറിന്റെ സമരം. നമ്മുടെ എല്ലാവരും കണ്ടില്ലേ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ ഒന്നിച്ച് നടക്കുക. നമ്മുടെ നടപ്പ് അവസാനിക്കുന്ന കോഴിക്കോടാണെന്ന് അറിയാലോ. അപ്പൊ ലഹരിക്കെതിരെ നടത്തുവാണിത്. ലഹരിക്കെതിരെ നമ്മൾ നടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ എന്താ നടക്കുന്ന കാര്യം പറയൂ. ഗസയിൽ എന്താണ് സംഭവം? കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമാണ്. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അതീവ ശക്തമായി തുടരുകയാണ്. 60 പേർ കൂടി മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. പ്രധാന ചർച്ച ഇസ്രായേൽ യുദ്ധവും അതുപോലെ തന്നെ ഇറക്കുമതി തീരുവ സംബന്ധിച്ചുള്ള വിവാദങ്ങളുമാണ്. എന്തായാലും ഇത്തവണ ഈ ട്രംപ് വലിയ രീതിയിൽ പരിഗണിച്ചില്ല നെതന്യാഹുവിനെ. അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. പക്ഷേ തീരുവ കുറയ്ക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞു. ഇറാനുമായിട്ട് ചർച്ച നടത്തരുത് അമേരിക്ക എന്ന ആവശ്യവും നെതന്യാഹു ഉന്നയിച്ചെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞു. അതിന് പകരം വളരെ വിചിത്രമായിട്ടൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഗസ ഞങ്ങൾ വീണ്ടും പറയുന്നതാണ് ഏറ്റെടുത്തോളാം, ഞങ്ങൾ അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാം, 20 ലക്ഷത്തിലേറെ വരുന്ന പാലസ്തീനികളെ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എവിടേക്ക് ഓടിക്കണമെന്നാണ് അവർ ചർച്ച ചെയ്തത്. ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരിക്കുന്നത്. സെനറ്റർമാരടക്കം വന്നിരിക്കുന്ന 20 ലക്ഷം പേരെ വേറെ രാജ്യങ്ങളിലേക്ക് അയക്കാൻ നിങ്ങൾ എവിടെ നിന്ന് പണം കൊണ്ടുവരും? ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലുള്ള നമ്മളോട് വേറെ രാജ്യത്തേക്ക് പോയിക്കൊള്ളാൻ പറയുന്ന പോലെ ഒരുപക്ഷെ ട്രംപ് വളരെ ഹിമാലയൻ ബ്ലണ്ടറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. എന്തായാലും ഗസയിൽ വല്ലാത്ത അവസ്ഥയാണ്. ഗസയിൽ നിന്ന് 4 ലക്ഷം പേരാണ് SKN ആൾക്കാർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലായനത്തിലാണ്. ഗസ വല്ലാത്തൊരു ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുന്നു. മരണസംഖ്യ 61,800 കവിഞ്ഞു എന്നാണ് വരുന്നത്. 50,000 ഔദ്യോഗിക കണക്കുകളിൽ. കാണാതായവർ മരിച്ചുപോയി എന്നുള്ളതിലാണ് അവർ 61,800 എന്നുള്ള കണക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അമേരിക്കയുടെ ആക്രമണം ഹൂതികൾക്കെതിരെ നടക്കുന്നു. ലെബനനിൽ വലിയ പ്രതിഷേധം, ലക്ഷങ്ങൾ പങ്കെടുത്ത പ്രതിഷേധം ലെബനനിൽ നടക്കുന്നു.